പക്ഷേ ഈ ദൂർത്താണെന്ന് പറഞ്ഞാൽ മറ്റേ ഈ സർക്കാരിന്റെ വാർഷികാഘോഷം ദൂർത്താണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ടേമിലെ 4 വർഷം പൂർത്തിയായി 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യക്ക് മാതൃകയാവുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. നവകേരളം എന്ന കാഴ്ചപ്പാടോടുകൂടി ഹ്രസ്വകാല വികസനം മാത്രമല്ല ദീർഘകാലത്തേക്കുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 4 വർഷക്കാലം, അതിനു മുമ്പുള്ള 5 വർഷക്കാലം, മൊത്തം 9 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചരിത്രത്തിലില്ലാത്ത നേട്ടങ്ങളാണ് കേരളത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധമുണ്ടായിട്ടും സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലും കേരള ഗവൺമെന്റിന് അതിവേഗം മുന്നേറാൻ സാധിച്ചു എന്നുള്ളതും ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ അതിന്റെ വികസന പ്രക്രിയകളാകെ ഒരു ഇടതുപക്ഷ ബദലടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കാനായി എന്നുള്ളതും ഇന്ത്യയിലെ ഒരു ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒന്നാണ് എന്ന് കേരളത്തിലുള്ളവർക്കും പുറത്തുള്ളവർക്കും നന്നായിട്ട് അറിയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനകൾ ഓരോന്നുള്ളപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിവിധ നിലവാരത്തിലുള്ള മേഖലയിലുള്ള സുസ്ഥിര വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോന്നിലും ഒന്നാം സ്ഥാനത്ത് അവർക്ക് തന്നെ പറയേണ്ടി വരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറിച്ചാണ്. ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ, മന്ത്രിമാർ ഇന്നലെ കാസർഗോഡ് വെച്ച് ആരംഭിച്ച അതിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വലിയ വികാസമാണ് കേരളത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നീ കാണുന്ന 66 നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള വികസനം ഉണ്ടാവില്ല എന്ന് ആർക്കും, ഏത് കുട്ടിക്കും അറിയാം. കാരണം അത് ഒഴിവാക്കിയിട്ട് പോയതാണ് ഉമ്മൻചാണ്ടി. അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഗയൽ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി, കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി ലൈൻ കൊച്ചിയിലെത്തിക്കുന്നത് ഉൾപ്പെടെ ഒരു തരത്തിലും സാധിക്കില്ല എന്ന് കരുതിയതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഴിഞ്ഞം പോർട്ട്. 2-ാം തീയതി അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. വിഴിഞ്ഞം പോർട്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് UDF-ഉം BJP ഉൾപ്പെടെയുള്ള എല്ലാവരും, എല്ലാ വിഭാഗം ശക്തികളെയും ചേർത്തുകൊണ്ട് വിമോചന സമര കാലഘട്ടത്തെ പോലെ അതിശക്തിയായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കും വെടിവെപ്പ് ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിലുള്ള വലിയ സംഘർഷത്തിലേക്കും പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്കും ഉൾപ്പെടെ നീങ്ങുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് എന്ത് വന്നാലും ഈ പോർട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിട്ട് മാറുമെന്നുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തിയായ രീതിയിൽ അതിന്റെ പിന്നിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് ആ പദ്ധതി തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. ഞാൻ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു അക്ഷരം പറഞ്ഞിട്ട് പോകണ്ട. ഞാനതിനെ പറയാൻ പോകുന്നത് വാർഷികാഘോഷ പരിപാടി ഞങ്ങൾ ഇതെല്ലാം പറയും. ഇതെല്ലാം പറയുന്നത് UDF-കാർക്ക് ഇഷ്ടമല്ല. കാരണം ലോകത്ത് ഇതുപോലൊരു പ്രതിപക്ഷമില്ല. ലോകത്ത് ഏത് ജനാധിപത്യ സമൂഹത്തിന്റെയും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായതിനെ അംഗീകരിക്കുകയും തെറ്റായതാണെന്ന് അവർക്ക് തോന്നുന്നതിനെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നിലയിലുള്ള നിലപാട്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ്, അത് UDF ആയാലും BJP ആയാലും, ഒരേ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതെന്താ? ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ എല്ലാ വികസന പ്രവർത്തനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിനെണ്ണം പറയാനുള്ള എല്ലാ കാര്യവും ഞങ്ങളുടെ മുമ്പിലുണ്ട്. 100 കണക്കിന്, 1, 2, 10, 100 ഒന്നുമില്ല, അതിലും അപ്പുറം.
ഈ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നടക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് ധാരണയില്ലയാണ്. അതുകൊണ്ട് ഇതെല്ലാം എണ്ണി പറഞ്ഞാൽ UDF-നും BJP-ക്കും വലിയ ക്ഷീണമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ദേശിക്കുന്നത്. അതിന് മനസ്സില്ല എന്നാണ് പച്ച മലയാളം. തീർന്നില്ലേ? അതിന് കീഴടങ്ങാൻ മനസ്സില്ല എന്നും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയുന്നതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ പരിപാടി പങ്കെടുക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും ഒരു ദൂർത്തും ഇതിനകത്തില്ല. ശരിയായ രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യപ്പെടുള്ളൂ. ഒരു ദൂർത്തും ഇതിന്റെ ഭാഗമായിട്ട് വരില്ല. ശരിയായ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ 9ാമത്തെ വർഷമാണ്, 2ാം ടേമിലെ 4ാമത്തെ വർഷമാണ്, 5ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനം, ലോകം അംഗീകരിച്ച വികസന പ്രവർത്തനം, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച വികസന പ്രവർത്തനം എണ്ണി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നേയും ആ പറയുന്നതിന്റെ ഭാഗമായിട്ട് അത് ഇഷ്ടപ്പെടാതെ പ്രതിപക്ഷം ഇമാതിരിയുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്.